നമസ്കാരം. മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിൻ്റെ ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഡൽഹി കേരള ഹൗസിൽ വി ഡി സതീശനു മാത്രം MSF പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. സണ്ണി ജോസഫിനെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ അവർ കണ്ടില്ല എന്ന് നടിച്ചു. ഇത് പറയാനുള്ളൊരു കാരണം, വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരു പിടിവാശി മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വി ഡി സതീശനാണ്. ഇവിടെ രമേശ് ചെന്നിത്തല ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് സതീശനേക്കാൾ പ്രവർത്തന പാരമ്പര്യവും മുസ്ലിം ലീഗ് നേതാക്കളുമായിട്ടുള്ള പരിചയവുമൊക്കെയുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിക്കൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് മുസ്ലിം ലീഗ് വാശി പിടിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ പ്രസക്തി. വെള്ളാപ്പള്ളി നടേശൻ്റെ പല പ്രസ്താവനകളോടും യോജിപ്പില്ല. പല കാര്യങ്ങളിലും ആവശ്യമില്ലെങ്കിലും അദ്ദേഹം അഭിപ്രായങ്ങൾ പറയാറുണ്ട്, വിവാദത്തിൽ ചെന്ന് പെടാറുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഭരണത്തിൻ്റെ നിയന്ത്രണം മുസ്ലിം ലീഗിനായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വലിയ വിവാദമായി. ഇടതും വലതുമെല്ലാം വെള്ളാപ്പള്ളി നടേശനെതിരെ വാളെടുത്തു. പക്ഷേ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിന്നു. വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയുള്ള ആളോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് വി ഡി സതീശനെ പോലെയുള്ള ഒരാളെ പിന്തുണയ്ക്കുമ്പോൾ, അതും ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ, ഡൽഹിയിൽ വെച്ച് പോലും അവരുടെ വിദ്യാർത്ഥി സംഘടന വി ഡി സതീശന് സ്വീകരണം ഒരുക്കുമ്പോൾ അത് എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, മെയ് 1-ാം തീയതി കൊച്ചിയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ മംഗളൂരുവിലെത്തി NDAയുടെ ഘടകകക്ഷിയായ JNSന്റെ രണ്ട് നേതാക്കന്മാരെ, മുഹിയുദ്ദീനെയും ഫാറൂഖിനെയും വി ഡി സതീശൻ കണ്ടതും സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അത് ഒരിക്കലും മാധ്യമങ്ങളൊന്നും വലിയ ചർച്ചയാക്കിയില്ല. ബിഗ് TV എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് അത് പുറത്തു കൊണ്ടുവന്നതെങ്കിലും ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചെറിയ രീതിയിലുള്ള വാർത്തകൾ കൊടുത്തു. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു വാർത്തകൾ കൊടുത്തുവെങ്കിലും അത് വലിയ ചർച്ചയാക്കിയില്ല ആരും. കാരണം അവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ഇവിടെ നമ്മുടെ സംശയം മുസ്ലിം ലീഗിന് എന്താണ് ഇത്തരത്തിലുള്ള ഒരു പിടിവാശി എന്നുള്ളതാണ്. ഇന്നലെ പോലും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, അതിനുശേഷം ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനെ പരിഗണിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം എന്നുള്ളൊരു ധ്വനിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആ പരാമർശത്തിലുള്ളത്. ഇവിടെയാണ് ഇക്കാര്യത്തിൽ ഒരു അജണ്ടയുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടത്. കാരണം മുതിർന്ന നേതാവായ ചെന്നിത്തലയെ മാറ്റി നിർത്തിക്കൊണ്ട് വി ഡി സതീശൻ ഇത്തരത്തിലുള്ള ഒരു പിന്തുണ കൊടുക്കുകയും, അല്ലെങ്കിൽ പിന്തുണ കൊടുത്തിട്ട് അവർ മാറി നിൽക്കുകയല്ല, അതിൻ്റെ പിന്നാലെ വീണ്ടും വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള തരത്തിലേക്കുള്ള പല കാര്യങ്ങളും പ്രസ്താവനകളും പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അവർ നടത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സംശയത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. കാരണം സതീശന്റെ ഒരു നിലപാടും സതീശന്റെ ഒരു പല പ്രവൃത്തികളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മുസ്ലിം ലീഗിന് എന്താണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിനു പിന്നിൽ ഉള്ള ഒരു അജണ്ട എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്.